ക്രിസ്തുവിന്റെ നാമത്തിൽ മണവാളിനും മണവാട്ടിക്കും സ്വാഗതം. പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സൂക്ഷിക്കുന്നുണ്ട്, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ോട് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും മാത്തും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ോടെ സ്ത്രീകളിൽ വാഴ്ത്തുന്ന നീയാവുന്നു. ബലവാനായ കർത്താവേ ശിഷ്യ വാഴ്ത്തുന്നതാവുന്നു. അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സമയത്തിനും രണ്ട് ലോകങ്ങളും എന്നേക്കും ചെരിപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വബ്കൂല സുബാൻ ലൗൽമീ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ പദ്ധതി പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ പാപം നിന്നെ വെളിപ്പാക്കണമേ. ഞാൻ അറിഞ്ഞിരിക്കുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ രോഗത്തിന്മകൾ ഞാൻ ചെയ്തു. ആ നിന്റെ വാനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളെ ഏൽക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ ഇന്ന് അന്യായത്തെ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ചെയ്തു. എന്നാൽ നീ രക്ഷപ്പെട്ടു. അറിയിച്ചു നിന്റെ സ്വാഭാണ്ഡനമേ തളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങൾ ഒക്കെയും മായിച്ചു കളയണമേ. ദൈവമേ സൃഷ്ടിക്കണമേ. ആത്മാവിനെ ഉള്ളതാക്കണമേ. നിന്റെ ദുരന്തനെ തള്ളിക്കളയരുതേ. വിശുദ്ധാത്മാ ക്ഷണിക്കുകയും അരുതേ. നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു നൽകണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായു സ്തുതികളെ പാടും. മനസ്സായില്ല, ഭാമബലികളപ്പായുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഉറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ോട് നന്മ ചെയ്യണമേ. മനുഷ്യന്റെ മഞ്ഞളെ പണിയണമേ. അപ്പോ നീ രക്ഷപ്പെടും. അപ്പോ നിന്റെ പേരുപെടുത്തമേക്കാൾ വലിയ ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാർക്കുന്നു.
കാതീശോ നിന്നപോലം നാദാമൾ പോലം മീനാമീ ധന്യൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ രക്ഷകനെ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ മോതിരമതിനാൽ കൊലയുന്നു രക്ഷിതയായി നീടട്ടെ മാറിക്കുമോ കാതീശോ എന്നപോലം വാദാമീനാമി വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന മുറിയോറാകെ മേലേനുവാദാറേ പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതിനായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യ ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാൻ അരജനയെന്നുര ചെയ്യോ ദൈവം വാഴ്ത്തി കാതീശോ നിന്നപോലം വാദാമൾപോലം മീനാമീ ഉപമകളാൻ ശ്രീമോൻ ചോന്നേവം കൺപൂങ്കാവാണിസറായേ ശുഭ്രൻ യാക്കോബിൻ ലതയിൽ രക്തനാർദി തൈലത്തിൽ മൃദുലൻ ലബനോ കാരികിലിൽ ആക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനേവ വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിന്റെ കൈകളിൽ നിന്നും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പ്രവയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല യൗന്നത്യവും സദാ ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും
ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതിയും. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദൃശ്യമാരെയും ശ്ലീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുക്കുലഹുന്നവുമോ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ പിടിപ്പുള്ള മോറോനും അനാദ്യന്ത്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ ദൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെയും മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്യുന്നു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോട് നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാക്കണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്ന് നീ സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പതിവ്രതയാം പരിപാവന സഭയെ വാനും കാന്തൻ നേട്ടൊരു നേരം വീടി ഭരണം ശീമോനി സുവിശേഷം യോഗേ കൽപ്പി ചാൻവില
ബറോവൽ റൂഹോ കാദീശോ നിന്നവോലം ആദാമുൽവാലം നീനാമി വിശ്വസ്തേ സഭയെ ഭയമെന്ന് ഉള്ളിൽ ലേശം വേണ്ട ലോകത്തിനവകാശ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തന്നെ നിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളൂവയും തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരാ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിപ്പാൻ ഇവർക്ക് ശക്തി നൽകണമേ. അവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വബ്ഖുല സുബ്ഹാനൽ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി ഈ വലം കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതു കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാരിൽ എന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയിച്ച് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ.
ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെയും മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോൻ ഹോശോ അത്യുന്നതനുടെ മണവാട്ടി വന്ദിക്കും വീട്ടൊരു മണവാളൻ തന്നെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. പരിശുദ്ധമായ വിവാഹ കൂദാശയിലാണ് നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത്. സഭയുടെ 7 കൂദാശകളിൽ എല്ലാവരും വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ സംബന്ധിക്കുന്ന ഒരു കൂദാശയാണ് വിവാഹ കൂദാശ. വിവാഹ കൂദാശയ്ക്ക് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. ഭവനങ്ങളിൽ മാതാപിതാക്കളായിട്ട് എടുത്ത തീരുമാനം സഭയായിട്ട് ഇവരുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ പൂർത്തീകരിച്ച് ഇവരെ കിരീടങ്ങൾ സ്ലീബ വാഴ്ത്തി മാലയുടെ ആകൃതിയിൽ അത് വാഴ്ത്തി കിരീടങ്ങളായി ഇവരെ ധരിപ്പിക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ജിജോയും അമലുവും അവർ 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് ജനിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ ജോലിയിലൊക്കെയും പ്രവേശിച്ചു. തക്ക സമയത്ത് ദൈവം അവരെ യോജിപ്പിക്കുകയാണ്. വിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഈ കർമ്മം നടക്കുന്നത് ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമിനെ ഹവ്വായെയും കർത്താവ് ഏദൻ തോട്ടത്തിൽ വെച്ച് യോജിപ്പിച്ചതിൻ്റെ പിന്തുടർച്ചയാണ്. നമ്മൾ ഈ 2ാമത്തെ ശുശ്രൂഷയുടെ ആദ്യത്തെ ഗാനത്തിൽ ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവമെന്ന് തുടങ്ങി ആദാമിൻ്റെയും ഹവ്വായുടെയും സാറായുടെയും അബ്രഹാമിൻ്റെയും റിബേക്കായുടെയും ഇസ്ഹാക്കിൻ്റെയും റാഹിലിൻ്റെയും യാക്കോബിൻ്റെയും യൗസേപ്പിൻ്റെയും ഒക്കെ കുടുംബജീവിതത്തെ അനുസ്മരിക്കുന്നുണ്ട്. അവരുടെ ശ്രേണിയിലേക്കാണ് ഈ ജിജോയും അമലുവും ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂദാശ വളരെ പാവനമാണ് എന്ന് പറയുന്നത്.
ഈ രണ്ട് വിവാഹ ഉദാശയിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം. ആദാവിനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ കണ്ണു തുറന്ന് ആദ്യം കണ്ടത് ദൈവത്തെയാണ്. ആദാവിൻ്റെ വാരിയലിൽ നിന്ന് മണ്ണുപയോഗിച്ച് ഒരു സ്ത്രീ രൂപമുണ്ടാക്കി അവളുടെ മൂക്കിൽ ജീവശ്വാസം ഊതി അവളും കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് ദൈവത്തെ തന്നെ ആയിരിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിൽ ദൈവത്തിന് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കുന്നവർക്കാണ് കുടുംബജീവിതം ഭദ്രമായി ദീർഘകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ പല നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വേർപിരിയലുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എവറിതിങ് മൈനസ് ആബ്സെൻസ് ഓഫ് ഗോഡ് ഈക്വൽസ് നത്തിങ്, നത്തിങ് പ്ലസ് പ്രസൻസ് ഓഫ് ഗോഡ് ഈക്വൽസ് എവറിതിങ്. അത് എല്ലാം ഉണ്ടെങ്കിലും ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നും, ഒന്നുമില്ലെങ്കിലും ദൈവസാന്നിധ്യം കൊണ്ട് എല്ലാം സമ്പാദിക്കാമെന്നുമാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുടുംബജീവിതം ഈ പ്രിയ മക്കൾക്കും ഇവിടെ കുടുംബജീവിതം നയിക്കുന്നവർക്കും ഇനി നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. രണ്ടാമതായി, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുടുംബം. എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് പറയും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതവും ഉള്ളവർക്കാണ് ദീർഘനാൾ ജീവിക്കുവാൻ സാധിക്കുന്നത്. ജിജോയെ വളരെ ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. വളരെ ദൈവാശ്രയത്തിൽ വളർത്തപ്പെട്ട ഒരു കുടുംബമാണ്. അമലുവും അങ്ങനെ തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ പ്രിയ മക്കൾക്ക് പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും തങ്ങളുടെ കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിവാഹ കൂദാശയ്ക്ക് സുറിയാനിയിൽ പറയുന്നത് തക്സോദ് സൂവോഗോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അനുരഞ്ജനത്തിൻ്റെ ക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അച്ഛന്മാർക്കൊക്കെ അറിയാം, അനുരഞ്ജനം എന്നർത്ഥമുള്ള പല സുറിയാനി വാക്കുകളുണ്ട്. ശൗത്തോ ഫൂസോ എന്ന് പറഞ്ഞാൽ സംബന്ധമെന്നാണ്. എന്നാൽ പിതാക്കന്മാരെന്തിനാണ് ഈ സുവോഗോ എന്ന പദം വിവാഹ കൂദാശയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതെന്ന് ദീർഘമായിട്ട് ചിന്തിക്കുമ്പോൾ സുറിയാനിയിലെ ഒരു പദത്തിന് തന്നെ ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അതിൽ സുവോഗോയ്ക്കുള്ള മറ്റൊരു ഇംഗ്ലീഷ് അർത്ഥം യോക്ക് റിലേഷൻഷിപ്പ് എന്നാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഈ പ്രദേശത്തുള്ള മാതാപിതാക്കൾക്കറിയാം, നമ്മൾ നിലം കൃഷി ചെയ്യുന്നതിന് മുമ്പ് അത് ഉഴുത് മറിച്ച് അത് പാകപ്പെടുത്താറുണ്ട്. പണ്ട് കാലങ്ങളിൽ നിലം ഉഴുന്നതിന് കാളയും കലപ്പയുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കലപ്പയെ കാളയുടെ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു തടിക്കഷ്ണത്തിനാണ് നുകമെന്ന് പറയുന്നത്. ഇത് വേദപുസ്തകത്തിലും പറയുന്നുണ്ട്, എൻ്റെ നുകം മൃദുലവും എളുപ്പവുമുള്ളതാണ് എന്ന് കർത്താവ് തന്നെ പറയുന്നു. അപ്പോൾ രണ്ട് കാളകളെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ജോഡി കാളകൾക്ക് വ്യത്യസ്തമായ നിറമായിരിക്കാം, വ്യത്യസ്തമായ ശരീരഘടനയായിരിക്കാം, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ജനിച്ചിട്ട് ഒരുമിച്ച് ചേർന്നവരായിരിക്കാം. ഇതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് പല വ്യത്യസ്തതകളുമുണ്ടെങ്കിലും അവർക്ക് നുകമെന്ന് പറയുന്ന ആ തടിക്കഷ്ണം കൊണ്ട് അവരെ ബന്ധിപ്പിക്കുമ്പോൾ അവിടെ ഒരു താളമുണ്ടാവും. ഈ സംഗീതം വളരെ മനോഹരമായിട്ട് നരണൻ രാജൻ സാറ് പാട്ട് പാടുമ്പോൾ ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ ആരാധന ഹൃദ്യമാകുന്നത് പ്രത്യേക വിവാഹ കൂദാശയിൽ ഹൃദ്യമായ ഗാനങ്ങളും പ്രാർത്ഥനകളും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പദത്തിൻ്റെ അർത്ഥം നുകം കൊണ്ട് ബന്ധിപ്പിക്കുന്ന രണ്ട് കാളകളുടെ സ്ഥാനത്താണ് ഈ ജിജോയെയും അമലുവിനെയും നമ്മൾ കാണേണ്ടത്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ പഠന നിലവാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ ജോലികൾ വ്യത്യസ്തമായിരിക്കാം, അവർ വളർത്തപ്പെട്ട പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ ബുദ്ധിതലങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവരുടെ സാമ്പത്തിക തലങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഇന്നു മുതൽ അതിനൊരു ഹാർമണി ഉണ്ടാവണം, അതിനൊരു താളം ഉണ്ടാവണം. അതാണ് പിതാക്കന്മാർ ഇവരിൽ നിന്നും കുടുംബജീവിതം നയിക്കുന്നവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാള
തൻ്റെ ശക്തി തെളിയിക്കുവാൻ വേണ്ടി ആഞ്ഞു വലിച്ചാൽ മറ്റേ കാളയുടെ പെടലിക്ക് വേദന വരും. അപ്പോൾ രണ്ട് കാളകളും പരസ്പരം നോക്കിക്കൊണ്ടാണ് കലപ്പ വലിക്കേണ്ടത്. അപ്പോൾ കുടുംബജീവിതത്തിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു തലമല്ല, മറിച്ച് കൂട്ടാളിയുടെ കുറവുകളെ കാണാനും അതിനെ പരിഹരിക്കാനും അതിനെ നികത്തുവാനും പരസ്പരം ഭാരങ്ങളെ പങ്കുവയ്ക്കുവാനുമുള്ള മനസ്സാണ്. സൂര്യൻ അസ്തമിക്കുമ്പോളം നിൻ്റെ കോപം വച്ചേക്കരുത് എന്ന് പറയും. അടുത്ത സമയത്ത് ഞാൻ മെയ് മാസം 11-ാം തീയതി നടത്തിയ ഒരു വിവാഹകുദാശ കഴിഞ്ഞ് ഇപ്പോൾ 3.5 മാസമേ ആയുള്ളൂ. ആ കുടുംബത്തിൽ സന്ദർശിച്ചപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചിട്ട് 22 ദിവസമായെന്ന് പറഞ്ഞു. ഇതിനെന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് പറഞ്ഞു തീർക്കണമെന്നാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കാണ് ഈ ഹാർമണിയും ഈ ഋതവും താളവും ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രിയമക്കളോട് ഇതിൽ കൂടിയതായ ഉപദേശങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അവർ വളർത്തപ്പെട്ട പശ്ചാത്തലമൊക്കെ ആത്മീയമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രയും പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യത്തിൽ ഇവരെല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും മാതൃകയുള്ളതായി തീരട്ടെ. അതിലൂടെ സ്വർഗം സന്തോഷിക്കുവാൻ ഇടയാവട്ടെ. ജിജോയ്ക്കും അമലുവിനും ഈ വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെയും ഈ ജനസമൂഹത്തിൻ്റെയും പേരിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ എളിവാക്കുകളെ ചുരുക്കും. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. ഓശോ വക്കൂല സുബാൻ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ശിരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളാൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധി ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. مريب هيل كل خدي ملكو هالي لو يو هالي لو
ബറോവൽ റോഹോ കാദേശോ എന്നപോലും വാദാമുല്ലോലം വൈമീനാമി മണവറേമേ സ്വർഗത്തിൽ സഭയെ കാന്തൻ സ്ഥാപിച്ച നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഹമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്യുന്ന മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതല്ല അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല നേരങ്ങളിലും കാലങ്ങളിലും പെരുന്നാളുകളിലും അടിയങ്ങളായുസോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്നുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണിമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്വാത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിരക്കുള്ളവനാവുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കോണ്ട് ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ.
ഞങ്ങളെയും ഇവരെ നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ സുന്ദരികളിൽ അതിസുന്ദരി നീ, ജ്ഞാതികളിൽ ശലോമോൻ വിമല സഭേ, നിന്നെ ലാളിപ്പൂ നിന്നധരങ്ങൾ സഭയെ സകലവിധം സുമുഖി നീ കറത്തീണ്ടാക്കും ശ്രീപായി വന്നിപ്പതിനാൽ രാജാവാം മാശിഹ ഹല്ലേലൂയ ബാരക്കുമോ ബഹോല ബോല ബറോവൽ റൂഹോ കാദീശോ ഹല്ലേലൂയ പുലരീരപ്പരമോന്നതന ദൈവത്തെ വാഴ്ത്തും നീവൻ പറവയോടൊപ്പം താൻ സഭസംഗീതത്തിൽ കമ്പികളേലും തമ്പൂർ വാദ്യത്താൽ അവളുടെയോനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലെങ്ങും മുറിയോറാകെ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനും ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയും ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകൂല സുബാലവൽമേ ധന്യൻ ചൊൽകട്ടെ നിദേവം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ച് പരന്നു ദൈവത്തിനുപദേശമോ അവസാനിപ്പിക്കോ. നമ്മുടെ കർത്താവ്
കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമിനാഹായ് ബാറക്കുമോ. ഭയത്തോടും അണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രഖ്യാപകനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായതിനെ സ്ത്രീകളും നാം എല്ലാവരുമേ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല.
ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് പറഞ്ഞു, വരം ലഭിച്ചവർക്കല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ബ്രഹ്മചര്യം സ്വീകരിച്ചവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. തരുവിന്മേൽ നീതി മഹാദേവിയാം നിന്നെ അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശ്രുവായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും വിവഹിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളനെ ആചാര്യർ അണിക്കും മകുടം രമ്യം. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാ കർത്താവിന്റെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാ
സോയാഹിനോഹി കൽസോയോയേ ക്ലീനോ കൊഹനു സോയേ ബറീശോ മണവാളെന്താൻ മകുടം തിരുമുൾ മുടിയോട് സദൃശ്യ കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഓശോ ബബുകൂല സുബാൻ ശുഭചിഹ്നം താ ശ്രീബാ വിജയ കൊടിത ശ്രീബാ വിനയം സ്നേഹ പതിഭക്തി എൻ പ്രിയ തന്നോ മൂടുപടം മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവരായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തമ്പുരാൻ യഥാർത്ഥമായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിലെന്ന പോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങൾ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിൽ പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. തോട്ടം നട്ടോനേ നീയാണ് യുവ മണവാളൻ. വല്ലഭനാം മസിഹാനാഥൻ കല്ലറയുന്നും മഹിമാവിൽ
ആർദ്രത നിറയും വാതിൽ തുറന്നീ വാൽമജനെ ദമ്പതികളെയും തലയിൽ ചൂടും നാമം ചൊന്നി ദമ്പതികൾക്കായി വരമേകേണ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാ നിൻ സ്തുതി പാട കിന്നരമേന്തി സ്തോത്ര സേവാ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നതിൻ്റെ മുമ്പാകെയാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. തട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജന്യമായ പരിശുദ്ധ കന്യാമറിയ അമ്മയുടെ പ്രാർത്ഥനയാലും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല സ്വർഗീയ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവളായിരിക്കുകയും ചെയ്യണം. കർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം കർത്താവിൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ട് ഉള്ളവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ പൂർണ്ണമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരോട് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇനിയോ ദുഷ്ടങ്ങളെ രക്ഷയുണ്ടമേ. നമ്മുടെ ശക്തിയും മാത്രം അനേകം നിലകൊള്ളതാകുന്നു. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുന്നയാകുന്നു. ായ കർത്താവേ, യേശുമിശിഹാ വാഴ്ത്തപ്പെടുന്നതാകുന്നു. ശുദ്ധമുള്ള അതിന്റെ ഭർത്തവരെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തിലും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ
സ്ഥലത്തിലെ സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് പോയ പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും അല്ലാത്തവനും ധാരാളം പിതാവിനോട് സമത്വമുള്ളവനും സർവ്വ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യായ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പ്രകാരം സ്ഥലത്തിറങ്ങി മാതാവായ വിശ്രഞ്ഞോലയാൽ നിന്ന് ശരീരത്തിൽ നിന്ന് മനുഷ്യനായി പിലാത്തോ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ട വെച്ച് മനുഷ്യടക്കപ്പെട്ട് ഒന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്നവനും ചെയ്യുന്നവരെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്തോടെ വിലുവാനിരിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തതുമായ യേശുവിശായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും ഉറപ്പെട്ട പിതാവിനോടും പുത്രനോട് വന്നിക്കപ്പെട്ട സ്ഥിരപ്പെടുന്നവനും മാനസികന്മാരുമായ നമസ്കാരമായ ഏകഗൃഹാലും സഹ്യമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരോടെ ഉയർപ്പിച്ചു വരുമാന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുന്നു. സ്തുതിയോട് രാജമകൾ നിൻ ബലമായ രാജഭാമിനിയും ഭാജനമേ അറിയാമെൻ സ്മരണം ഫലദായകമാകാം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കൊട്ട പാറയ്ക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമി ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുനിയോറാഹിൽ മേലെ തേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളാർത്ഥനയെ ഞങ്ങളിൽ അർത്ഥത തോന്നിയിടാം ഏകാത്മജനോടാർത്ഥിക്കാം പന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോടുമേ ഹാലേലുയ്യ വൃഷ്ടികളും പാർക്കുമോ ഒരുപോലെയും മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന ഓർമ്മേ ബഹുമാനീക്കാൻ ഭാഗ്യം സ്വീകാർക്കും ഭാഗ്യം സഹദേക്കും പുനരുത്ഥാനദിനെ പാർക്കുമോ സഹദേ മണച്ചിറകുകൾ പോണ്ടുന്നത പദമേറി മുറിയോറാകിൻ മേലയിലുവാതാറേ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ കൂദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ വിലയിനുള്ളവും കുറ്റമുള്ളവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാണമേ. ആബോ റൂഹോ കാദിശോ ശോ അബ്കുല സുബാലോൽമീ. എല്ലാ വൈദിക ശേഷയോടും ലായസിന് പേരുള്ള സ്നേഹവും നന്ദി അറിയിക്കും. ഞങ്ങളും നിങ്ങൾക്കും മംഗളം നേരും ഒരു നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും നിങ്ങൾക്ക് മംഗളം നേരും ഒരു നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു.
ആശംസിക്കും. വിശിഷ്യ വിശുദ്ധ ജോർജ് കുട്ടിയോടും കുടുംബത്തോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sing from the sea above. Showers of blessing, showers of blessing raining. Mercy drops falling, but for the showers we bless. മണവാളും മണവാട്ടിക്കും ഞങ്ങളുടെ സ്നേഹവും ആശംസയും. ഞങ്ങളും നിങ്ങൾക്ക് മംഗളം നേരും ഒരു നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും നിങ്ങൾക്ക് മംഗളം നേരും ഒരു നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ജീജോ അമലു ജീജോ അമലു ജീജോ അമലു ജീജോ അമലു. There shall be showers of blessing, preciously reviving again. Over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing.